എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് മാരായമുട്ടം എന്ന പ്രദേശത്തിൻ്റെ സ്ഥലനാമലബ്ധിയെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിലെ പെരുങ്കടവിള ഗ്രാമപഞ്ചായത്തിൽ മാരായമുട്ടം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. മാരായമുട്ടം എന്ന സ്ഥലനാമത്തെക്കുറിച്ച് നാട്ടിൽ ഒരു കഥ പ്രചാരത്തിലുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഇളയരാജാവായിരുന്ന കാലത്ത് 8 വീട്ടിൽ പിള്ളമാരുടെ പടഭയന്നോടി ഇന്നത്തെ മാരായമുട്ടത്ത് എത്തിയെന്നും കയർ പിരിക്കാനായി തൊണ്ടു തല്ലുകയായിരുന്ന ഒരു വീട്ടമ്മ ഇളയരാജാവിനെ ചകിരിനാരനിടയിൽ ഒളിപ്പിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു എന്നുമാണ് കഥ. അങ്ങനെ അഭയം തേടി മഹാരാജാവ് മുട്ടിയ സ്ഥലം മഹാരാജമുട്ടവും കാലാന്തരത്തിൽ മാരായമുട്ടവുമായി മാറിയത്രേ. മാരാന്മാരുടെ അധിവാസം കൊണ്ട് മാരായമുട്ടം എന്ന സ്ഥലനാമം ലഭിച്ചു എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. മുട്ടം എന്നാൽ ഗ്രാമം എന്നർത്ഥം. ക്ഷേത്രങ്ങളിൽ വാദ്യം കൊട്ടുകയും പാടുകയും ചെയ്യുന്ന ഒരു സമുദായമാണ് മാരാർ. മാരാൻ എന്നും മാരായൻ എന്നും ഇവർ അറിയപ്പെടുന്നു. കുറേ മാരാർ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസമുണ്ട്. ഊഹങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും അപ്പുറം മാരായമുട്ടം എന്ന ദേശനാമത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്ര ചെന്നെത്തുന്നത് ആയിഭരണ കാലഘട്ടത്തിലേക്കാണ്. AD 925 വരെ പാണ്ഡ്യനാടിനും ചേരനാടിനും ഇടയിലുള്ള ആയി രാജ്യം വാണിരുന്നത് ആയി വംശക്കാരാണ്. 5-6 നൂറ്റാണ്ടുകളിൽ ആയി ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന തെങ്ങനാട്ടിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മാരായമുട്ടം. അക്കാലത്തെ മലയോര വാണിജ്യ കേന്ദ്രമായ കാവ്യാറ്റ് കൂടലിനും കടലോര കേന്ദ്രമായ വിഴിഞ്ഞത്തിനും ഇടയിലുള്ള പ്രധാന പൊതു കമ്പോളം മാരായമുട്ടമായിരുന്നു. ഇടഗ്രാമങ്ങളിലെ വിപണി കേന്ദ്രീകരിച്ചിരുന്നത് ഇവിടെയാണ്. ചിറ്റാറിൻ്റെയും നെയ്യാറിൻ്റെയും സംഗമഭൂമി എന്ന നിലയിൽ രൂപപ്പെട്ട മികച്ച സഞ്ചാര സൗകര്യങ്ങൾ മാരായമുട്ടത്തിൻ്റെ വികസനത്തിന് ഏറെ സഹായകരമായിരുന്നു. വർത്തക പ്രമാണിമാരായ ജൈനരും പരദേശ വ്യാപാരികളായ വേളാപ്പാർപ്പന്മാരും തത്തനാർമാരുമൊക്കെ മാരായമുട്ടം കേന്ദ്രീകരിച്ച് വസിച്ചിരുന്നു. തത്തിയൂർ, ഐരൂർ, തത്തമല പോലുള്ള പരിസര സ്ഥലനാമങ്ങൾ ഇതിന് മതിയായ തെളിവാണ്. ആ കാലഘട്ടത്തിൽ മാരായമുട്ടം ആയിമുട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജ്യനാമം സ്ഥലനാമത്തോടൊപ്പം ചേർത്ത് പറയുന്നത് അക്കാലത്തെ പതിവായിരുന്നു. ആയിമുട്ടത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ചവിളാകത്തെ ആനായിക്കോണം, പെരുങ്കടവിളയിലെ ആയംവിളാകം, കുന്നത്തുകാലിലെ ആയിക്കോട്ടുമൊക്കെ രാജ്യനാമം ഓർമ്മപ്പെടുത്തുന്ന അക്കാലത്തെ ദേശനാമങ്ങളാണ്. സമ്പത്തും രാജ്യവിസ്തൃതിയും ലക്ഷ്യമിട്ട് പാണ്ഡ്യരാജാക്കന്മാർ ആയിനാടിനെ ആക്രമിക്കുക അക്കാലത്ത് പതിവായിരുന്നു. AD 857-നും 862-നും ഇടയിൽ പാണ്ഡ്യരാജാവായിരുന്ന ശ്രീമാരവല്ലഭനും ആയിനാടിന് നേരെ ആക്രമണം നടത്തി. കരുനന്തടക്കനായിരുന്നു അക്കാലത്തെ ആയിരാജാവ്. യുദ്ധത്തിൽ ആയിപ്പട തോറ്റു. ആയിരാജ്യ തലസ്ഥാനമായ വിഴിഞ്ഞം പിടിച്ച പാണ്ഡ്യപ്പട ആയിമുട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അധീനതയിലാക്കി. പിടിച്ചെടുക്കുന്ന പ്രധാന പ്രദേശങ്ങളുടെ പേരിനൊപ്പം രാജാവിൻ്റെ പേര് കൂടെ ചേർക്കുന്നത് അന്നത്തെ ഒരു രീതിയായിരുന്നു. അങ്ങനെ ശ്രീമാരവല്ലഭൻ്റെ അധീനതയിലായ ആയിമുട്ടം മാര ആയിമുട്ടം എന്നറിയപ്പെട്ടു. പിന്നീടത് മാരായമുട്ടമായി പരിണമിച്ചു. പാണ്ഡ്യകളിൽ നിന്നും മാരായമുട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആയന്മാർ തിരിച്ചു പിടിച്ചുവെങ്കിലും മാരായമുട്ടം എന്ന സ്ഥലനാമത്തിലെ മാരൻ മാഞ്ഞില്ല. ഇന്നും അതങ്ങനെ തന്നെ നിലകൊള്ളുന്നു. മറ്റൊരു സ്ഥലനാമ ചരിത്രവുമായി വീണ്ടും കാണാം. നമസ്കാരം.